ലോകത്തിലെ ജൂതന്മാർ അതുപോലെ തന്നെ ക്രൈസ്തവരെയൊക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു സുപ്രധാന വാർത്തയുണ്ടെന്ന് പറഞ്ഞല്ലോ. സുപ്രധാന വാർത്ത എന്ന് മാത്രമല്ല, ചരിത്രപരമായ വാർത്തയാണ്. നമുക്കറിയാം, ടെമ്പിൾ മൗണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ലോകത്തിലെ 3 പ്രധാനപ്പെട്ട മതങ്ങൾ, ക്രൈസ്തവർ, ജൂതന്മാർ, മുസ്ലിങ്ങൾ, ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് ടെമ്പിൾ മൗണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം. ഇസ്രയേലിൻ്റെ പക്കലാണ്. പക്ഷേ ഇസ്രയേലിൻ്റെ പക്കലാണെങ്കിൽ പോലും ഈ ടെമ്പിൾ മൗണ്ട് എന്ന പ്രദേശം ഒരു വഖഫ് ഭൂമിയാണെന്നാണ് പറയുന്നത്. കാരണം അവിടെ അൽ ഹക്സ എന്ന് പറഞ്ഞൊരു മോസ്ക് ഉണ്ട്. ഒരു മോസ്ക് അല്ല, 2 മോസ്ക് ഉണ്ട്. സാറിന് എല്ലാവരും പറയുന്നത് അൽ ഹക്സ എന്ന് പറഞ്ഞാൽ ഒറ്റ മോസ്കാണ്. 2 പള്ളികളാണ്, 2 മുസ്ലിം പള്ളികളുണ്ട്. ഒന്ന് കറുത്ത ഡോമുള്ള പള്ളിയും ഒന്ന് സ്വർണ്ണ ഡോമുള്ള പള്ളിയും. ഈ സ്വർണ്ണ ഡോമുള്ള പള്ളിക്ക് ഗോൾഡൻ ഡോം എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ ജൂതന്മാരുടെ പ്രകാരം അത് സോളമൻ്റെ കാലത്ത്, ഹെറോദോസിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ദിവ്യക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന സ്ഥലം. അതായത് ഇസ്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ സോളമൻ്റെ കാലം മുതൽ അവർ വിശുദ്ധ ഭൂമിയായി കണ്ട്, ബിലാവത്തിൻ്റെ മതിലൊക്കെ അവിടെയാണ്. ആ മതിലിൽ തൊട്ടിട്ടാണ് ജൂതന്മാർ പ്രാർത്ഥിക്കുന്നത്. പണ്ടുണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടമാണോ എന്നൊക്കെ പറയപ്പെടുന്നൊരു മതിലാണ്, അങ്ങനെയും വിശ്വസിക്കുന്നുണ്ട്. അതിൽ തൊട്ട് കൈയമർത്തി പിടിച്ച് ജൂതന്മാർക്കറിയും തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ മഹത്തായ ദേവാലയങ്ങളുടെ മണ്ണാണ് അവിടെ. പക്ഷേ അവിടെ ആർക്കും പ്രവേശനമില്ലായിരുന്നു. ഇന്നലെ ഇസ്രായേൽ സർക്കാർ നിർണായകമായ തീരുമാനം എടുത്തിരിക്കുന്നു. ടെമ്പിൾ മൗണ്ട് തുറന്നു കൊടുത്തു. കാരണം ഈ അറബ് രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലാണ് ടെമ്പിൾ മൗണ്ടിലെ അൽ അക്സ ഉൾപ്പെടെയുള്ള മോസ്കുകൾ. ഇപ്പോൾ ഇസ്രായേൽ പോലീസുകാർ കാവൽ നിൽക്കുന്നു. പക്ഷേ അതിൻ്റെ നിയന്ത്രണം വഖഫ് എന്ന നിലയിൽ അറബ് രാജ്യങ്ങൾക്കാണ്. അതുകൊണ്ട് അവിടെ ക്രൈസ്തവർക്കും ജൂതന്മാർക്കും മുസ്ലിങ്ങളെ പോലെ, കാരണം മുസ്ലിങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ക്രൈസ്തവരും ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉണ്ട്, അവർക്ക് അവരുടെ ആദ്യത്തെ ആരാധനാ കേന്ദ്രമായിരുന്നു ടെമ്പിൾ മൗണ്ട്. അവിടെ അവർ കയറി ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ജോർദാനും ഈജിപ്തും അടക്കമുള്ള അറബി രാജ്യങ്ങളുമായി ഇസ്രായേൽ ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റാറ്റസ് കോ കരാർ എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് കോ കരാർ ഉണ്ടായതിനു ശേഷം ജൂതന്മാർ അവരുടെ വിശുദ്ധ ഭൂമിയിലേക്ക് കയറാറേയില്ല. ഇന്നലെ 180 ജൂതന്മാരെ അങ്ങോട്ട് കയറ്റി. 30 പേര് വീതമുള്ള 6 ബാച്ചുകളായി തിരിച്ച് 180 ജൂതന്മാർക്ക് അങ്ങോട്ട് പ്രവേശനം അനുവദിച്ച് അവർക്കവിടെ ആരാധന നടത്താൻ ഇസ്രായേൽ സർക്കാർ, നെതന്യാഹുവിൻ്റെ സർക്കാർ അനുമതി കൊടുത്തു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു തീരുമാനമാണെന്ന് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ ഇനി വലിയ പ്രത്യാഘാതമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം സൗദി അറേബ്യ പറഞ്ഞു, പാലസ്തീൻ പ്രശ്നമൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല, എനിക്ക് എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ കാര്യമാണ് നോക്കേണ്ടത്. മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു, എൻ്റെ കാര്യം എന്ത് പാലസ്തീൻ, ഞാൻ പഴയ റാഡിക്കലായിട്ടുള്ള ഈ മാമൂലുകളിലും നിയമങ്ങളിലും നിൽക്കേണ്ടത്, നമുക്ക് റാപ്പിഡായിട്ട് അതിവേഗത്തിലുള്ള വികസനമാണ് എൻ്റെ രാജ്യത്തിന് വേണ്ടി. എനിക്ക് പാലസ്തീന് വേണ്ടി പോയി പണിയെടുക്കാനും കണ്ണീരൊഴുക്കാനും നേരമല്ല. ഇവിടെ എങ്ങാനും പാലസ്തീൻ എന്ന് പറഞ്ഞ് വല്ല ജാഥയോ പ്രകടനമോ സോഷ്യൽ മീഡിയ പോസ്റ്റോ ഇട്ടോ പിടിച്ച് ഞാൻ ജയിലിടും എന്ന് MBS പറഞ്ഞു. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ പലസ്തീൻ കോസിനെ കൈയൊഴിയുകയാണ്. അങ്ങനെ കൈയൊഴിഞ്ഞ് സൗദി അറേബ്യയെ സംബന്ധിച്ച് ട്രംപിൻ്റെ കഴിഞ്ഞ ടൈമിൽ 2019 ഇസ്രയേലുമായി അബ്രഹാം അക്കോർഡ് സൈൻ ചെയ്തതിൻ്റെ വക്കോളം എത്തിയതാണ്. ധാരണ എത്തി, സൈൻ ചെയ്തു എന്ന് തന്നെ പറയാം. പക്ഷേ അപ്പുറത്തേക്കാണ് ഭരണമാറ്റം ഉണ്ടായത്. വീണ്ടും അങ്ങനത്തെ അനുകൂലമായി ഇസ്രയേലുമായി ട്രംപിൻ്റെ ഒരു മേൽനോട്ടത്തിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല ഖത്തർ പോലും ഇപ്പോൾ നിലപാട് പതുക്കെ മാറ്റുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഗ്രീസിൽ ഖത്തർ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾക്കൊപ്പം വ്യോമാഭ്യാസം നടത്തി. ഇന്ത്യൻ വിമാനങ്ങളുണ്ടായിരുന്നു. നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ലോക ഇസ്ലാമിക രാജ്യങ്ങൾ പതുക്കെ നിലപാട് മാറ്റുകയാണ്. ഖത്തറാണ് ഹമാസിൻ്റെ നേതാക്കന്മാരെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി എങ്ങോട്ട് വിട്ടു, സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അവർ ഓടി തുർക്കി പോയിരിക്കുക. അങ്ങനെ ലോക ഇസ്ലാമിക ചേരിയിൽ വലിയ മാറ്റമുണ്ടാവുകയും ഇസ്രയേലിനോട് ഉള്ള ശത്രുത വേണ്ട എന്ന നിലപാടിലേക്ക് എത്തുന്ന സമയത്താണ് അൽ ഹക്സ മോസ്ക് ഇരിക്കുന്ന ടെമ്പിൾ മൗണ്ടിലേക്ക് ആളുകളെ കയറ്റിവിടുന്നത്. അപ്പോൾ ഈ അൽ ഹക്സ മോസ്കിനെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രം, ഇസ്ലാം ഉണ്ടായിട്ട് 1400 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ പ്രായമുള്ളൂ ഈ അൽ ഹക്സയിലെ 2 പള്ളികൾ, കറുത്ത പള്ളിയും സ്വർണ്ണ നിറമുള്ള പള്ളിയും. ഈ 2 പള്ളികളും ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അടിയിൽ തങ്ങളുടെ വിശുദ്ധ ദേവാലയങ്ങളുണ്ട്. അത് തകർത്ത് ഹെറോഡോട്സ് ഉണ്ടാക്കിയ ദേവാലയങ്ങൾ തകർത്തിട്ടാണ് ഈ പള്ളികൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ജൂതന്മാരുടെ വിശ്വാസം. ആ വിശ്വാസം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. മുമ്പൊരിക്കൽ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പം ഉണ്ടാക്കിയപ്പോൾ ഇതിന് കേടുപാടുകൾ പറ്റി. അതിൻ്റെ ചില വീഡിയോകൾ കാണിക്കാം. ആ വീഡിയോകൾ എന്ന് പറഞ്ഞാൽ സെർജിയോ എന്നും റോണ്ട എന്നും പറയുന്ന 2 യൂറോപ്യൻ വനിതകൾ, യൂറോപ്യനോ റഷ്യനോ ആണ്. അവർ അതീവ രഹസ്യമായി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ടെമ്പിൾ മൗണ്ടിൽ കടന്നു. ടെമ്പിൾ മൗണ്ടിൽ കടന്നിട്ട് രഹസ്യ ക്യാമറ വെച്ച് അതിൻ്റെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തു.
ആ ചിത്രങ്ങൾ അതിൻ്റെ ചില ക്ലിപ്പിംഗ്സ് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. ഒപ്പം ഈ ഭൂകമ്പം ഉണ്ടായി ഇപ്പോൾ ഈ അൽ അക്സ മോസ്കിൻ്റെ ചില ഭാഗങ്ങൾ തകർന്നുപോയി. Comes to an end. But on our way out, we thought to make a stop by the Al Aqsa Mosque. And that is because this mosque has incredible history hiding right under its floors. അത് അവിടെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സഹായത്തോടെ എക്സ്കവേഷൻ നടത്തിയപ്പോൾ മണ്ണിനടിയിൽ നിന്ന് കിട്ടിയത് ജൂതന്മാരുടെ ചിത്രപ്പണികളുള്ള അവശിഷ്ടങ്ങൾ കിട്ടി. ഇത് തന്നെയാണ് ബാബറി മസ്ജിദിൻ്റെ അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എക്സ്കവേഷൻ നടത്തി നോക്കിയപ്പോൾ KK മുഹമ്മദ് അല്ലേ, ASIയുടെ അഡീഷണൽ ഡയറക്ടർ, മുസ്ലിമാണ്, കോഴിക്കോടുകാരൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സർവേ നടത്തിയപ്പോൾ ഭൂമിക്കടിയിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ ശിലാരൂപങ്ങൾ കിട്ടി. സമാനമായ കാര്യമാണ്. അപ്പം ഇവിടെ ബാബറി മസ്ജിദ് ആണെങ്കിൽ അവിടെ അൽ അക്സ, അവിടെ ഈ ജൂതരുടെ വിശുദ്ധ ദേവാലയങ്ങൾ തകർത്തിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, മുസ്ലിങ്ങൾ നിഷേധിക്കാനും പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ അത് അവരുടെ ഒരു വിനോദമാണല്ലോ. മറ്റുള്ളവരുടെ ദേവാലയം കണ്ടാൽ അത് തകർക്കുക, അതിൻ്റെ മുകളിൽ മറ്റേ കെട്ടിടം ഇഡലി മുകളിൽ വെച്ചിരിക്കുന്ന ഒരു കെട്ടിടം ഉണ്ടാക്കി വെക്കാം. ഞാൻ അപഹസിച്ച് പറയുന്നത് മകുടമാണ്. കാരണം അത് അപഹസിച്ച് പറയുന്നതല്ല, കാരണം അത് മോശമല്ലേ. മറ്റുള്ളവരുടെ ക്ഷേത്രങ്ങൾ, വിശ്വാസങ്ങളെ തകർത്ത് തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങളവിടെ ഒരു കെട്ടിടം ഉണ്ടാക്കും, അതിലൊരു മകുടം ഉള്ളതുകൊണ്ട് അത് വിശുദ്ധമായിരിക്കും എന്നൊക്കെ പറയുന്ന നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ആരാധന ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ മസ്ജിദിന് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ മോസ്ക് ഒന്നും വലിയ പ്രാധാന്യമില്ല. കാരണം ആരാധിക്കാനുള്ള സ്ഥലം, കാരണം അവിടെ ദൈവമില്ലല്ലോ, എവിടെ വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ റോഡിൽ നിസ്കരിക്കുന്നത് നിയമവിരുദ്ധമാണ്, പണ്ടൊന്നും ചെയ്യാറില്ല. ഇപ്പം നിങ്ങളെ ഒന്ന് ചൊറിയാൻ വേണ്ടി നിസ്കരിക്കുന്നതാണ്. എന്നാൽ പോലും എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം. അതിന് പള്ളി വേണമെന്നൊന്നുമില്ല, ഒരു ഷെഡ് കെട്ടിയാലും നിസ്കരിക്കും, ഷെഡ് ഇല്ലെങ്കിലും നിസ്കരിക്കാം. അതുകൊണ്ടാണ് ഇപ്പോൾ ട്രെയിനിലെ ബർത്ത് നിസ്കരിക്കും ട്രെയിനിൽ പോകുമ്പോൾ. അപ്പോൾ എന്തു ആവട്ടെ, അപ്പോൾ മസ്ജിദ് അല്ലെങ്കിൽ മോസ്ക് അത്ര പ്രാധാന്യമല്ല ഇസ്ലാമിക ചര്യപ്രകാരം. പിന്നെ ഒരു അഭിമാനം, ഞങ്ങളൊരു സാധനം ഉണ്ടാക്കി അതേ വന്ന് മാന്താൻ വരുന്നോടെന്നുള്ള ഒരു അഭിമാനം നമുക്കും സ്വാഭാവികമായിട്ടും തോന്നാം. എൻ്റെ പ്രോപ്പർട്ടി നീ കൈയടക്കാൻ വരുന്നു എന്നുള്ള ഒരു വൈകാരികമായ അല്ല വിശ്വാസപരമായ ഒരു ബാധ്യതയല്ല മോസ്കിനോടുള്ള വൈകാരികമായ അറ്റാച്ച്മെൻറ്റാണ്. എനിക്കറിയാവുന്ന എൻ്റെ വളരെ ഇസ്ലാമിക വിശ്വാസം തുടരുന്ന ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് പള്ളിയോടുള്ളത് മോസ്കിനോടുള്ളത് വിശ്വാസപരമായതല്ല. കാരണം വിശ്വാസപ്രകാരം ഞങ്ങൾക്ക് എവിടെയും പ്രാർത്ഥിക്കാം, പക്ഷേ വൈകാരികമാണ്. ഞങ്ങളുടെ പ്രോപ്പർട്ടി ഞങ്ങളുണ്ടാക്കിയത് മറ്റൊരാൾ കയ്യേറുന്നു എന്നുള്ള വൈകാരികമായ ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണ് പ്രശ്നം. കാരണം നമുക്കിപ്പോൾ എൻ്റെ ഒരു പേന എൻ്റെ കയ്യിരിക്കുന്നു, ഒരുത്തൻ വന്നത് ബലമായി എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ എനിക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. എൻ്റെ സാധനം നീ എടുക്കുന്നു, എന്നാൽ ചിലപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അത് കൊടുക്കും, അല്ലെങ്കിൽ കാണാതെ പോയാൽ എനിക്ക് പരാതിയില്ല, ഒരു പേനയല്ലേ എന്ന് കരുതും, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ കവർന്നെടുക്കുന്നതിന് തുല്യമാണ്. പക്ഷേ ഇവിടെ ചോദിച്ചു മറ്റുള്ളവൻ്റെ പേരയുടെ മുകളിലാണ് ഉണ്ടാക്കുന്നെങ്കിൽ ഈ പറഞ്ഞ വികാരം കൊണ്ടിട്ട് കാര്യമില്ല എന്നുള്ള വേറെ കാര്യം. ഏതായാലും ഇവിടെ ഈ ഡോം ഞാൻ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ എക്സ്കവേറ്റ് ചെയ്തപ്പോഴത്തേക്ക് തകർക്കപ്പെട്ട ജൂത ദേവാലയങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജൂതന്മാരുടെ ഈ ക്ലെയിമിന് വലിയ നിയമപരമായ സാധ്യതയുണ്ട്. അവരുടെ വിശ്വാസപ്രകാരം ഇനി അവിടെ ഒലീവ് മലയിൽ യേശുദേവൻ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാവും. അപ്പോഴേക്കും ഇവിടെ മൂന്നാമത്തെ ദേവാലയം നിർമ്മിക്കപ്പെടും. അങ്ങനെ യഹോവയുടെ ജീസസിൻ്റെ ഭരണം 1000 വർഷക്കാലം നീട്ടി നിൽക്കുമെന്നൊക്കെയാണ് ബൈബിളിലും ജൂതന്മാരുടെ വിശ്വാസത്തിലും പറയുന്നത്. അപ്പോൾ ആ വിശ്വാസത്തോട് അടുക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ വിശാല ഇസ്രയേലിനെ കുറിച്ച് ഇസ്രയേൽ ചിന്തിക്കുന്നു, പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ തങ്ങളുടെ കൂടെ ചേർക്കുന്നു, ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നിശബ്ദമായി നമ്മൾ നോക്കുമ്പോൾ പതുക്കെ ഇസ്രായേൽ വളരെ ടാക്റ്റിക്കലായിട്ട് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. 3-4 ദിവസം മുമ്പാണ് സോളമൻ്റെ തടാകം തുറന്നു കൊടുത്തത്. സോളമൻ്റെ കാലത്ത് അതും ഹെറോദോസിൻ്റെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് സോളമൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതും ഹെറോദോസിൻ്റെ കാലത്ത് പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്ത ഈ 3 വലിയ കരിങ്കൽ തടാകങ്ങളാണ്. അത് ഉപയോഗിച്ചിട്ടാണ് അക്വഡിക്റ്റ് വഴിയിട്ട് ഈ ജെറുസലേം പട്ടണത്തിന് മുഴുവൻ കുടിവെള്ളം കൊടുത്തിരുന്നത്. ജലസേചന പദ്ധതിയായിരുന്നു. അത് അവിടെയും ആർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല, ജൂതന്മാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അത് തുറന്നു കൊടുത്തു. ഇപ്പോൾ ടെമ്പിൾ മൗണ്ട് തുറന്നു കൊടുത്തിരിക്കുന്നു. ടെമ്പിൾ മൗണ്ടിൽ ഒരു 3-4 മാസം മുമ്പ് ഒരു വിവാദം ഉണ്ടായിരുന്നു. ഇസ്രയേലിൻ്റെ പോലീസ് മന്ത്രിയായിരുന്ന ബെൻഗിവർ അവിടെ പോയി. നമ്മൾ പറഞ്ഞതാണ്, ബെൻഗിവർ അവിടെ ഈ ജൂതന്മാർക്കും ക്രൈസ്തവർക്കും പ്രവേശനമില്ലാത്ത ടെമ്പിൾ മൗണ്ടിലേക്ക് ബെൻഗിവർ പോയിട്ട് അവിടെ പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല രഹസ്യമായി ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം. കാരണം ഇസ്രായേൽ പോലീസാണ് കാവലിരിക്കുന്നത്. പക്ഷെ തിരിച്ചു വന്നിട്ട് ലോകത്തിലെ ചില അറബി രാജ്യങ്ങളുമായുള്ള കരാറിൻ്റെ ലംഘനം ഞാൻ നടത്തിയെന്ന് ഇസ്രായേലിൻ്റെ മന്ത്രി പരസ്യമായിട്ട് പറഞ്ഞു. ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു, എൻ്റെ പട്ടാളക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഇനിയും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു.
അപ്പം നെതന്യാഹു പോലും അന്ന് വന്നിട്ട് അങ്ങനെയല്ല, അത് സർക്കാരിൻ്റെ നയമല്ല, സ്റ്റാറ്റസ് കോ നിലനിർത്തുകയാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ബെൻഗിവർ വെടിനിർത്തലിൽ പ്രതിഷേധിച്ച് രാജിവെച്ച് പോയി. വെടിനിർത്തൽ അവസാനിച്ച് വീണ്ടും യുദ്ധം തുടങ്ങിയപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? ഇസ്രായേൽ സർക്കാർ അനുവദിച്ചിരിക്കുന്നു ജൂതന്മാർക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവരുടെ ലക്ഷ്യത്തിലേക്ക്, ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവരുടെയും ജൂതന്മാരുടെയും പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് ഒരു ചുവടുകൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ ഇത് ഞാനിന്ന് രാവിലെ എൻ്റെ ഒരു ക്രൈസ്തവ സുഹൃത്തുമായി പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, യഹോവ സത്യമാണ്, യഹോവ തീരുമാനിക്കും, യഹോവ തീരുമാനിക്കുന്നത് നടക്കത്തുള്ളൂ. ഇതൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഭൂമിയൊക്കെ തിരിച്ച് ഈ ദൈവത്തിൻ്റെ മക്കൾക്ക് തിരിച്ചു കിട്ടും. അതിലേക്ക് നിശബ്ദം ലോകം അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിനേക്കാളും ആവേശകരമായ വാർത്തകളുണ്ടാവും. ബൈബിൾ പറയുന്നത് സത്യമാണ് എന്നാണ് മഹാഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത്. കാരണം ക്രൈസ്തവർ മാത്രമല്ല, നമ്മളും പറഞ്ഞു ബൈബിളിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം ഞാൻ വിശ്വസിക്കുന്നു ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നു. യഹോവ സത്യമാണ്, യഹോവയുടെ തീരുമാനങ്ങളാണ് നടപ്പാക്കപ്പെടുക എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് അതിൻ്റെ കരുവായി ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കാൻ ചില ആളുകളെ വേണം. അങ്ങനെ ചില ആളുകളെ കണ്ടെത്തും. അങ്ങനെ ഈ നൂറ്റാണ്ടിൽ ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കാൻ കണ്ടെത്തിയിരിക്കുന്ന ആളാണ് ബെഞ്ചമിൻ നെതന്യാഹു. ബെഞ്ചമിൻ നെതന്യാഹുവിന് കരുത്ത് കൊടുക്കാൻ, ആവേശം കൊടുക്കാൻ, പിന്തുണ കൊടുക്കാൻ മറ്റൊരാളെയും ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. ആ ആളുടെ പേരാണ് ഡൊണാൾഡ് ട്രംപ്. ഇവർക്ക് രണ്ടുപേർക്കും ഒപ്പം ആവശ്യഘട്ടങ്ങളിൽ ആയുധം കൊടുത്തും മാനസികമായ പിന്തുണ കൊടുത്തും ലോകത്ത് വലിയ പിന്തുണ കൊടുക്കാൻ ദൈവം ഒരാളെ കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിൽ നിന്നാണ്, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.